ഹായ് ഗൈസ്. ഭയങ്കര വെയില്, സൺ കിസ്സിങ്. ഗൈസ് നമ്മളില്ലേ, നിങ്ങൾ ഈ ഒരു സ്ഥലം കണ്ടത് നമ്മുടെ വീടിന്റെ പിറകു സൈഡാണ്. അപ്പൊ ഇവിടെ നമ്മള് പുതിയൊരു വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പം അവിടെ നമ്മള് അതിനു വേണ്ടി യൂസ് ചെയ്യും. എങ്ങനെന്ന് വെച്ചാ ഞങ്ങൾ വിചാരിക്കുന്നത് ഫുഡ് വ്ളോഗ് ചെയ്യാന്ന്. അപ്പൊ ഫുഡ് വ്ളോഗ് ചെയ്യുമ്പം അതായത് ഫുഡ് ഉണ്ടാക്കുന്നത്, ഫുഡ് ചലഞ്ചിങ്, അങ്ങനെ. അപ്പൊ അതിനു വേണ്ടിട്ട് നമുക്ക് നല്ലൊരു സ്പോട്ട് വേണം. ആ സ്പോട്ടിനെ ആ ഒരു വൈബിനാക്കി എടുക്കണം. അപ്പം അതിനു വേണ്ടിട്ട് നമ്മള് കുറച്ച് ഡെക്കറേഷൻസ് ചെയ്യാൻ വേണ്ടിട്ട് പോകണം. മുള വെട്ടിയെടുത്ത് അതിൽ കസേര അങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിട്ട് പോണ്. കോഴിക്കൂടുണ്ട് ഇവിടെ. കാണിച്ചു തരാം, ഞാൻ സ്ഥലം കാണിച്ചു തരാം നിങ്ങൾക്ക്. നോക്കി വരണം. നോക്കി വന്നില്ല എന്നുണ്ടെങ്കിൽ ഫോണിന്റെ ഇതൊരു വലിച്ചു കയറ്റണം. ഇത് എങ്ങനെ ഇറങ്ങും എന്തോ അവിടെ ഫോണ് പിടി. നോക്കി ഇറങ്ങ. എന്റെ മണ്ട എന്റെ മണ്ടയെ കൂടെ നീ എന്റെ മണ്ടയെ കൂടെ വീഴല്. പിടിച്ചോ പിടിച്ചോ പിടിച്ചോ. കുറച്ച് സീനുള്ള വഴിയാണിത്. അർഷാദൊക്കെ ഓൾറെഡി അവിടെ ഇറങ്ങി. ഞാൻ എങ്ങനെ ഇറങ്ങും? ഓ പറ്റും ഗൈസ്. ഞാൻ നരങ്ങി ഇറങ്ങണം. എന്തിനാമ്മ? ഞാൻ ഇവിടെ നിക്കാം. ഇവിടെ എങ്ങനെ വീണ ചത്തത് തന്നെ കേട്ടോ. ഇതിലെങ്ങനെ ഇറങ്ങും? അർഷാദൊക്കെ ഇറങ്ങി തോന്നുന്നു. എനിക്കറിഞ്ഞൂടെ എങ്ങനെ ഇറങ്ങി തോന്നുന്നു അർഷാദൊക്കെ. ഇല്ല, അർഷാദൊക്കെ ഇറങ്ങണേ ഉള്ളൂ. അതൊരു എത്തി അർഷാദൊക്കെ. ഇക്ക ഇതിലേ പോണേണ് എളുപ്പം. ഇല്ല ഇക്ക നരങ്ങിയൊക്കെ ഇറങ്ങണ. നമ്മുടെ അരുവിക്കര, നമ്മൾ തിരുവനന്തപുരം അരുവിക്കരയാണ്. അപ്പോൾ അരുവിക്കര ഡാമിൻ്റെ ഒരു പോർഷനാണ് ഇത്. അതായത് ഡാമിലെ വെള്ളം വരുന്നതാണ് ഇതുവഴി. അപ്പോൾ ഇവിടെ കുറേ മുളയുണ്ട്. അപ്പോൾ നമുക്ക് ആ മുളയാണ് ആവശ്യം. ആ മുള ഒടിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ പോണത്. അമ്മുമ്മ മൂർച്ചുള്ള വെട്ടോത്തി ഉണ്ടാന്ന് തരുവോ? തരാന്ന്. ഇക്ക തെങ്ങ് കയറാൻ പോണ. പറ്റാത്ത പണിക്ക് പോവാതെ പറ്റണ പണി ചെയ്. ഒരു മിനിറ്റ് ഗൈസ്, എനിക്ക് അങ്ങോട്ട് താഴോട്ട് ഇറങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് അവരവിടെ കിടന്ന് പണിയെടുക്കുന്നു. ഞാനിവിടെ ഈ കാട്ടിൽ ഇങ്ങനെ അവരെ വെയിറ്റ് ചെയ്ത് ഇരിക്കുകയാണ്. വല്ല പാമ്പ് വരുമോ എന്തായാലും, അതാണ് എൻ്റെ പേടി. ആക്ച്വലി പാമ്പിനെ കണ്ടാൽ പേടിയില്ല, എന്നാലും ഇങ്ങനെ ഇരിക്കുമ്പോൾ പാമ്പ് വന്ന് കടിച്ചാൽ എന്ത് ചെയ്യും, ആ ഒരു പേടിയുണ്ട്. ഇവിടെ ആണെങ്കിൽ ഒരു മാസം മുന്നേ പെരുമ്പാമ്പ് വന്നിട്ട് പാമ്പ് പിടിക്കുന്ന ആൾ വന്ന് പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കോഴിക്കൂടുണ്ട്. അപ്പോൾ ആ കോഴിക്കൂട്ടിൽ പെരുമ്പാമ്പ് വന്നിരുന്നു.
അങ്ങനെ ഇപ്പോൾ പേടിയുണ്ട്. ഇക്കത് അവിടെ നിൽപ്പുണ്ട്. ഇക്കായും അർഷാദാക്കായുമാണ് അവിടെ നിൽക്കുന്നത്. കാണാൻ വേണ്ടിയിട്ട് പറ്റൂല. ഇപ്പോൾ കാണാം. ഓക്കെ, ഇക്കായും അർഷാദാക്കായും അവിടെ പട്ടിപ്പണിയാണ്. ഈ പുല്ലിൻ്റെ ഇടയ്ക്ക് കാണാൻ പറ്റൂല. ഇറങ്ങണമെങ്കിൽ ഇതിലേ നടന്ന് അവിടെ കൂടി അങ്ങ് താഴെ പോകണം. നിങ്ങൾക്ക് കാണുമ്പോൾ നിസ്സാരമായിരിക്കാം, പക്ഷേ നിസ്സാരമല്ല, ഇറ്റ്സ് ഡിഫിക്കൾട്ട്. അങ്ങനെ ആവശ്യമുള്ളതൊക്കെ കിട്ടി. അതുകൊണ്ട് അങ്ങനെ കയറി വരികയാണ്. ഞാൻ അങ്ങോട്ട് വരുന്നോ? ഞാൻ വരണോ? ചെരുപ്പിട്ട ഗ്രിപ്പില്ലാത്തതുകൊണ്ട് ചെരുപ്പിട്ടുണ്ട്. പോയി വലിയത് ഞാൻ വലിക്കാം. എന്തിനല്ലേ ഇവിടെ പെരുമ്പാമ്പൊക്കെ വന്നിട്ടുണ്ട് കഴിഞ്ഞ മാസം. പെരുമ്പാമ്പിനെ പിടിച്ച് അതാണ് ഇത് അവിടെ കോഴിക്കോട്ടിൽ വന്ന് ചുരുങ്ങിയിരുന്നു പെരുമ്പാമ്പ്. പിന്നെ പാമ്പ് സുരേഷ് വന്നാണ് പിടിച്ച. അല്ല, പാമ്പ് പിടുത്തക്കാരനുണ്ടല്ലോ, അവരന്നാണ് പിടിച്ചത്. ഓ, ഇക്കത് അവിടെ നിക്കണ ചെടി മറ്റേ ചട്ടി നിറഞ്ഞാണ്. ചട്ടിയില് ഇക്ക ചൂരില് കമ്പ് അടിച്ചോണ്ടൊക്കെ കുഞ്ഞുമുള നമുക്ക് പൂച്ച അടിക്കാം. ഇക്ക ഇത് ഉസ്താദ്മാര് പള്ളിയില് ഓർമ്മയില്ലേ, ടപ്പനെ തരും മൂലത്തില്. ഇതാണ് ഉസ്താദ്മാര് മറ്റേ സെലോ ടാപ്പ് ചുറ്റിയിട്ട് അടിക്കണത്. ഇക്ക പ്ലീസ് ഇക്ക, ചെറുതൊക്കെ പ്ലീസ് ഇക്ക. ഗൈസ്, ഞാനാണ് ഈ വലിക്കണത്. ഞാൻ വിട്ടെങ്കി ഇപ്പൊ അങ്ങ് പോയി കിടന്നേ കേട്ടാ. നമ്മൾ അന്ന് വെച്ച ചൂണ്ട എന്തിനു പറയും പോലെ ചുള്ളിയും കൂടെ ഓടി അതുകൊണ്ട് പറിച്ചാ ആ ചുള്ളി കമ്പ് നമുക്ക് ആവശ്യം വരും. അത് പിന്നെ പറ്റൂല, ഇപ്പൊ തന്നെ വേണം. എടാ അങ്ങോട്ട് മടി കാണിക്കാതെ എന്തായാലും വന്ന് പോട്ടെ അത് പറ്റും. ഇവിടുന്ന് അതുവരെ ഇറങ്ങിയാ മതി. അത് സാറില്ല, നമുക്ക് അവിടെ നിന്ന് മുറിക്കാം. വലിച്ചു കയറ്റ ഞാൻ ആദ്യം എണിച്ചോട്ട് ഇവിടുന്ന്. ഇതൊക്കെ അടിക്കാൻ പറ്റിയ കമ്പടിക്കുമ്പോഴോ ഉണ്ടാ വർഷമൊക്കെ തന്നവിടെ അടിക്കാൻ പറ്റിയത്? അല്ല ആവശ്യമുണ്ട്. ഒരെണ്ണം അടിച്ചാ ഇല്ല, അടിക്കാല്ല, പൂച്ച അടിക്കാം. പൂച്ച ഭയങ്കര ശല്യം. ഇപ്പോഴും വീടിനകത്ത് കയറി വരും പള്ളി കൊണ്ട്. ഇനി ദർശനമൊക്കെ കൂട്. ഡിങ്കൻ പറഞ്ഞ കാഴ്ചകൾ എടുത്തോട്ട് വന്നോ. എന്റെ ഷോളാണ് നല്ല ബലമാണ്, ഒന്നും പേടിക്കണ്ട. എന്റെ ഷോളി പിടിച്ച് കയറൂ. ഇക്ക ഷോളി പിടിച്ച് തൂങ്ങി. ഞാൻ ചാവാത്ത ഭാഗ്യം. ഇത് ഞാൻ കൈ തരണോ ഇവിടെ നിന്ന്? എന്റെ കാലും പിടിച്ചോ. മതിയാ ഗൈസ്, അവസാനം എന്താ പിങ്കി തന്നെ കളത്തിലിറങ്ങി.
പിങ്കി നീ എന്തിനാ കാണിക്കണ? അവള് ചെമ്പകമാണ് കേട്ടാ. കാട്ട് അവള് കാട്ട് ചെമ്പകമാണ്. ചെമ്പകം ഇത് മിസ് ചെയ്തിരുന്നെങ്കില് നല്ല കളറുണ്ട് ഇപ്പൊ ലൈറ്റ് ഈ സമയം വെട്ടം കൊള്ളാല്ലേ. ചെമ്പക കോഴി ഇവിടുത്തെ കോഴി പിടിക്കണ. ഇനി എന്തിനാ പോണ? കസേര ഉണ്ടാക്കണം. ഇതിൽ കസേര? അതെ ഗൈസ്, ഇനി നമ്മൾ ഈ മുളയൊക്കെ വെട്ടി മുറിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യാനാണ് പ്ലാൻ. നമ്മൾ പാചകം ചെയ്യാൻ പോണ സ്പോട്ട് കാണിച്ചു തരാം. ഇവിടെ ഈ ഒരു ഇവിടെയാണ് ഞങ്ങൾ പാചകം ചെയ്യാൻ പോകുന്ന സ്ഥലം. ഇവിടെ ആസാംബ്ലേഡ് ഉണ്ട്. ആസാംബ്ലേഡ് എനിക്ക് വയ്യ ഗൈസ്. ഒരാൾ ചെയ്ത് കഴിഞ്ഞ് ഇനി അടുത്ത ആളാണ്. ഇത് പ്രോ അർപ്പറാണ്. നമ്മളിത് ഉണ്ടാക്കി കൊണ്ടുവന്നപ്പോ 2 വാഴകൾ വന്ന് നമ്മളെ പുച്ഛിച്ചിട്ട് പോയി. പക്ഷെ ഇതിന്റെ ഫൈനൽ ഔട്ട്ലുക്കിൽ പുച്ഛിച്ചവരൊക്കെ വന്നിട്ട് വാവ് എന്ന് പറയും. നമ്മളത് പറയിപ്പിക്കും. നമ്മളെ സൂപ്പർ സ്റ്റാർ. ഒരാള് വെച്ച് മുറി കഴിഞ്ഞാ ഇത് നടക്കണ പണിയല്ല. അതുകൊണ്ട് നമ്മൾ മെഷീൻ വാടകയ്ക്ക് എടുക്കാൻ പോണ്. കട്ടി മെഷീൻ എടുക്കാൻ പോവുകയാണ്. നമ്മൾ തോൽവി സമ്മതിച്ചിട്ടില്ല. നമ്മളെ തോൽവി സമ്മതിക്കില്ല ഗൈസ്, തോൽവി സമ്മതിക്കില്ല. അളവ് തെറ്റി, അർഷതാക്കാർ അളവ് പിഴച്ചു.